സൗദി അറേബ്യയിലെ സഹറ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് തരുന്ന സഞ്ചയിക്കാനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആട്ടത്തൊഴുത്തിലാണ്. ഈ ആട്ടത്തൊഴുത്തിൽ ഒരുപാട് മലയാളികളും ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ ജോലി എടുക്കുന്നുണ്ട്. ഹിന്ദി തമിഴ്നാട്ടുകാർ ഇങ്ങനെ പല പല സംസ്ഥാനക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് വെറും 600-700 റിയാലാണ്. ആടുകളെ മേയ്ക്കുക, കോഴികളെ തീറ്റുക, അതിന് വേണ്ടുന്ന സംരക്ഷണം നൽകുക, ഇതാണ് ഇവരുടെ തൊഴിൽ. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ഒരു ഹിന്ദി തൊഴിലാളി പണിയെടുക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആട്ടിൻ തൊഴുത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതെ, ഇപ്പോൾ നാം കാണുന്നത് ഒരു ആട്ടിൻ തൊഴുത്തിലുള്ള സംഭവമാണ്. അതെ, ഒരു ആട്ടിൻ തൊഴുത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ. അതെ, ഇദ്ദേഹത്തിന് ശമ്പളം എന്ന് പറയുന്നത് 600 റിയാലാണ്. 600 റിയാൽ ഇന്ത്യയിലെ ഏകദേശം 10,000 രൂപയോളം വരും. 9,000 രൂപ. അതെ, ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 8,750 രൂപയോളം ശമ്പളക്കാരാണ് ആ പണിയെടുക്കുന്നത്. അതെ, വിദേശ രാജ്യത്ത് വന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് പണിയെടുക്കുമ്പോൾ കിട്ടിയ പണി ഇതാണ്. അതെ, ഹൗസ് ഡ്രൈവർ വിസയിൽ വന്നിട്ടാണ് ഈ ആടുകളെ മേയ്ക്കേണ്ട പണിയെടുക്കുന്നത്. അതെ, ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ വഞ്ചിക്കപ്പെടാറുണ്ട്. ഹൗസ് ഡ്രൈവർ വിസ, അതെ ബക്കാലകൾ, അതേ കടകളിൽ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സെയിൽസ്മാനായി നിൽക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള പണികളാണ് ഇവിടെ എടുപ്പിക്കുന്നത്. ഇത് നാം രഹസ്യ ക്യാമറ വഴി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണിത്. അതെ, രഹസ്യ ക്യാമറ വഴിയാണ് നാം ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ 20-30ഓളം ആടുകൾ ഇവിടെ തന്നെയുണ്ട്. എന്നാൽ ആടുകളൊന്നും തന്നെ ഉപദ്രവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നാം ഇപ്പോൾ കണ്ട ആട്ടിൻതൊഴുത്തിൽ, അതെ ഈ നേരെ കാണുന്ന കാമ്പൗണ്ടിനുള്ളിലാണ് ആട്ടിൻതൊഴുത്തിൽ. അതെ, ഈ ആട്ടിൻതൊഴുത്തുകളുടെ ഉടമസ്ഥന്മാരായ സൗദികൾ താമസിക്കുന്ന ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഈ ബിൽഡിങ്ങിനുള്ളിലാണ് വെറും ചെളിക്കട്ടകൾ കൊണ്ടും ചെളികൾ കൊണ്ടും മൂടി ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണത്. കഥകൾ മാത്രമേ അവർ കാശ് മുടക്കി ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവിടെ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ തൊഴിലാളികൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യം സൗദി അറേബ്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഉണ്ടാകും. കാരണം മസ്ജിദ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഇവിടെ ചുരുക്കമാണ്. അതാ നോക്കും, മസ്ജിദാണ്. മസ്ജിദിന്റെ മുനാറമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ നാം അടുത്തൊരു ആട്ടിൻതൊഴുത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതെ, നാം ഇപ്പോൾ മറ്റൊരു ആട്ടിൻതൊഴുത്തിലേക്കാണ് നിൽക്കുന്നത്. ഈ ആട്ടിൻതൊഴുത്തിന്റെ ഉള്ളിലും കടക്കുവാൻ വേണ്ടി വഴികളൊന്നും തന്നെ ഇല്ല. നാം ചെറിയ സുഷിരങ്ങളിലൂടെ ക്യാമറ കടത്തി നാം ആ വീഡിയോ ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തൊഴിലാളി നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഈ തൊഴിലാളി ഉറക്കവും ഊണും എല്ലാം ഇതിനുള്ളിൽ തന്നെയാണ്. അതെ, ഈ കാണുന്ന തൊഴിലാളി പണിയെടുത്തതിന് ശേഷം ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് ഉണക്ക കുബൂസാണ്. അതെ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ചപ്പാത്തിയും ഒരു ഗ്ലാസ് വെള്ളവുമാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, വിവാഹിതനാണ്. അതെ, ഇവിടെ എന്ന് പറഞ്ഞാൽ വെറും മരുഭൂമി തന്നെയാണ്. വെറും മരുഭൂമിയാണ്. ഇവിടേക്ക് വരുന്ന വഴികളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അതെ, ആ കാണുന്നതാണ് നമ്മുടെ ആട്ടിൻതൊഴുത്തിലേക്കുള്ള വഴി. ആടുകൾക്കുള്ള തീറ്റ സൂക്ഷിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. നമുക്ക് ആ മുറിയിലേക്ക് ഒന്ന് കിടക്കാം. അതെ, ഈ അട്ടയിട്ട് വെച്ചിരിക്കുന്നത് ആടുകൾക്കുള്ള പോച്ചയാണിത്, തീറ്റയാണ് ആടുകൾക്കുള്ള. നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ആടുകൾക്കുള്ള ഒരു തരം തീറ്റയാണ്. ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ പോലെയാണ്. കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് അവശിഷ്ടങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തൊരു ആട്ടിൻതൊഴുത്തിലേക്കുള്ള വഴികൾ.
അതെ, ഇവിടെ ഉള്ളിൽ നിന്ന് ബന്ധനസ്ഥമാണ്, തുറക്കാൻ കഴിയുകയില്ല. നാം ഇവിടെയും രഹസ്യ ക്യാമറയിലൂടെ വീക്ഷിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്ക് സൗദി അറേബ്യയിലെ സഹ്റ എന്ന സ്ഥലത്തെ ആട്ടിൻതുരുത്തുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് തന്നത് കേരളത്തിൽ നിന്ന് സഞ്ജയ് ഖാനാണ്. നമസ്കാരമുണ്ട്. മസ്സലാമ.